ഗൗതം, ഗൗതം പ്ലീസ്. വേണ്ട. സത്യം ഞാൻ പറഞ്ഞത്. കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഫയലിൽ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യമുണ്ട്. ഗൗതമിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ അതിൽ തന്നെ തൂങ്ങും. എന്തേലും ചെയ്തേ പറ്റൂ. അപ്പോ എന്നെ സംശയമാണല്ലേ? ചെറിയ സംശയമൊന്നുമില്ല, അത് നല്ല രീതിയിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പോയി ആ ഫയൽ വാങ്ങി ഗൗതമിന്റെ കൈ കൊണ്ട് തരാം. കുറെ നേരമായി അമ്മ ആ ഫയലും വെച്ച് 1000 ചോദ്യങ്ങൾ ചോദിച്ചെന്റെ മനസ്സ് മടുപ്പിച്ച് നിൽക്കായിരുന്നു. ആ സമയത്ത് ഗൗതം വന്ന് കയറിയത്. എനിക്ക് ഉറപ്പായിരുന്നു ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന ഗൗതമിനോടും അമ്മ അതൊക്കെ തന്നെ വീണ്ടും ചോദിക്കുമെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ആ ഫയൽ നിർബന്ധമായി മേടിച്ച് അമ്മയെ ഏൽപ്പിച്ചത്. എന്നെ സംശയമാണെന്നല്ലേ പറഞ്ഞത്? എന്നോടുള്ള വിശ്വാസത്തെക്കാൾ വലുത് ഗൗതമിന് ആ ഫയലല്ലേ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇതെനിക്ക് വേണം, അങ്ങനെ തന്നെ വേണം. ആ ഫയല് ഇപ്പൊ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേക്കാം. അതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. കൈ വിടും, ഞാൻ പോട്ടെ. ടെൻഷനായോ? ഞാൻ ആ ഇൻഷുറൻസ് ഫയൽ നോക്കാനായിട്ട് വാങ്ങിച്ചപ്പോ നീ അത് പിടിച്ചു വാങ്ങി എന്നെ കൊച്ചാക്കിയില്ലേ? അതേ ഫയൽ വെച്ച് ഞാൻ നിന്നെക്കൊണ്ടൊരു പണി തന്നതാ. എങ്ങനെയുണ്ട് എന്റെ പ്രതികാരം? നന്നായിട്ട് കൊണ്ടുവല്ലേ? സത്യമാണോ? എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ലാതെ പിന്നെ എനിക്ക് ആ ഫയൽ കൊണ്ട് ഇപ്പൊ എന്ത് നേടാനാ? നോക്കി, ഒരു 2 മിനിറ്റ് കൊണ്ട് എന്റെ പെണ്ണിന്റെ മുഖം അങ്ങ് ചുമന്ന് ഡള്ളായല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഉമ്മ തരാം. അതെ, ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, ഹോളാണ്. അതെയോ? എങ്കിൽ പിന്നെ നമുക്ക് റൂമിലേക്ക് വെച്ച് പിടിച്ചാലോ? അയ്യടാ, അപ്പൊ ഇന്ന് ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ ഭാവമൊന്നുമില്ലേ? ഇന്നിനി പോണോ? കൊള്ളാലോ സ്വഭാവം. മര്യാദയ്ക്ക് ഓഫീസിൽ പൊക്കോണം. എന്നൊന്ന് ഫ്രഷ് ആയിട്ട് പോവാം.